ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബട്ടർ പനീർ മസാലയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് 3 സവോള, പിന്നെ 2 തക്കാളി, പിന്നെ നിങ്ങൾ സ്പൈസ് ലെവൽ അനുസരിച്ച് പച്ചമുളക് കൊടുക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് ഇതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ 2-3 സ്പൂൺ ബട്ടർ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവോള ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ക്യൂബ് സൈസിലാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. ഈ സവോള ഇങ്ങനെ നന്നായിട്ട് ആ ബട്ടറിലൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പച്ചമുളകും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇഞ്ചിയും ചേർത്ത് ഒന്ന് ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അത് ചെറുതായി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. സെയിം ഇതിൽ തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. ഒരു ക്യൂബ് സൈസ് തന്നെയാണ് കേട്ടോ തക്കാളി മുറിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി 1/2 സ്പൂണും കൂടി ചേർത്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് മിക്സായി വന്നപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ക്യൂബ് തന്നെ ബട്ടർ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്നാക്കി കൊടുക്കുക. പിന്നെ കറുകപ്പട്ട 3 കരയാമ്പൂവും കൂടി ചേർത്ത് പിന്നെ ബേ ലീഫും കൂടി ചേർത്ത് അതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൂടി കൊടുക്കണം. മിക്സിയുടെ ജാറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് മലായി പനീറാണ്. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ബട്ടറിൽ ഈ പനീർ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും റെസ്റ്റോറൻറ്റിലത്തൊക്കെ ഒരു ടേസ്റ്റ് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കൂടുതൽ നമ്മൾ ചപ്പാത്തി, കുബൂസ് അങ്ങനത്തേക്കൊക്കെ കഴിക്കാൻ എനിക്കും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക റൈസിനെയും കാട്ടിട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ 1 കപ്പ് പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുക്കിംഗ് ക്രീമാണ് ഇതിന് ശരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതാണ് അതിൽ കുറച്ചും കൂടി മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ബട്ടർ പനീറിൽ. സോ ഇപ്പോൾ ഇതേ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മളെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത്തിരി ഇങ്ങനെ ചൂട് പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും ചൂടോടെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.